ഹായ്, എല്ലാവർക്കും A to Zന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ത്യ പോസ്റ്റിൻ്റെ GDS ഗ്രാമീൺ ഡാക് സേവക് എന്ന് പറയുന്ന തസ്തികയിലേക്ക് എക്സാമൊന്നുമില്ലാതെ കേരളത്തിലെ വിവിധ പോസ്റ്റ് ഓഫീസ്, ഇന്ത്യയിലെ വിവിധ പോസ്റ്റ് ഓഫീസുകളിലായിട്ട് GDS ഗ്രാമീൺ ഡാക് സേവക്, അതുപോലെ പോസ്റ്റ് മാസ്റ്റർ തുടങ്ങിയ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരുന്നു. അതിൻ്റെ റിസൾട്ട് വന്നിരുന്നു. ഫസ്റ്റ് റിസൾട്ട് 3/9/2024 വരെയായിരുന്നു അതിലേക്ക് വെരിഫിക്കേഷന് വേണ്ടി ആളുകൾ ക്ഷണിച്ചിരുന്നത്. ഇപ്പോൾ 17/9 സെക്കൻഡ് ലിസ്റ്റ് കേരളത്തിൽ വന്നിട്ടുണ്ട്. ഏകദേശം 1400ഓളം ആളുകളാണ് അതിൽ സെലക്ട് ആയിരിക്കുന്നത്. ഈ സെലക്ട് ചെയ്തിരിക്കുന്ന ആളുകൾ 3/10/2024 മുമ്പ് അതത് അവരുടെ റിപ്പോർട്ടിംഗ് പോസ്റ്റ് ഓഫീസുകളുണ്ട്, ഡിവിഷനുകൾ. ആ ഡിവിഷനിൽ പോയിട്ട് നിങ്ങളുടെ ഡോക്യുമെൻ്റ് വെരിഫൈ ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും ഈ ജോലി ലഭിക്കുക. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ലിസ്റ്റ് എങ്ങനെയാണ് എടുക്കേണ്ടത് നോക്കാം. ഇന്ത്യ പോസ്റ്റ് GDS online.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾക്ക് ലിസ്റ്റുകൾ നോക്കാൻ പറ്റുക. അപ്പോൾ അതിൽ സൈഡിൽ കൊടുത്തിട്ടുണ്ട് GDS ഓൺലൈൻ എൻഗേജ്മെൻറ്റ് ഷെഡ്യൂൾ ജൂലൈ 2024 ഷോർട്ട് ലിസ്റ്റ് കാൻഡിഡേറ്റ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ കേരളത്തിൻ്റെ ഇത് പോയി കഴിഞ്ഞാൽ ലിസ്റ്റ് ഓഫ് ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സ്, അത് ഫസ്റ്റത്തെ ലിസ്റ്റാണ്. സപ്ലിമെൻ്ററി ലിസ്റ്റ് വന്നിട്ടുണ്ട്, രണ്ടാമത്തെ ലിസ്റ്റ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു PDF ലഭിക്കും. ആ PDF വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് 3/10/2024 മുമ്പ് നിങ്ങൾ അതത് ഹെഡ് ഡിവിഷണൽ പോസ്റ്റ് ഓഫീസുകളിൽ നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ വെരിഫിക്കേഷൻ, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ക്വാളിഫിക്കേഷൻ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ഏത് ജാതിയാണോ ആ ജാതി സർട്ടിഫിക്കറ്റ് വേണ്ടി വരും. അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റുള്ള ഡോക്യുമെൻ്റ് ഒറിജിനലും അതുപോലെ ഫോട്ടോസ്റ്റാറ്റുമായിട്ട് പോയി ഫോട്ടോ അടക്കം നിങ്ങൾ കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ അതിന് മുമ്പ് തന്നെ, ഇതിന് 3/10/2024 മുമ്പ് തന്നെ ഇന്നിപ്പോൾ അത് കാണുന്ന ആളുകളുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് പോയിട്ട് വെരിഫിക്കേഷൻ തയ്യാറാവും. ഇപ്പോൾ കഴിഞ്ഞ ലിസ്റ്റിന് ഒരുപാട് ആളുകൾ ഈ വെരിഫിക്കേഷൻ നടത്താത്തത് കൊണ്ടാണ് സപ്ലിമെൻ്ററി ലിസ്റ്റ് ഇങ്ങനെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഓരോ ഡിവിഷനുകളിലും മൊത്തം വന്നിരിക്കുന്ന ലിസ്റ്റുകളുടെ ആളുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 1467 ഒഴിവുകളാണ്. 1467 ആളുകളെയാണ് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഈ ഒരു അവസരം നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക. നിങ്ങളുടെ പേരുണ്ടോ എന്നൊക്കെ, നിങ്ങളെ ഡിവിഷനിലുണ്ടോ നോക്കുക ഈ രണ്ടാമത്തെ ലിസ്റ്റിൽ. അതിന് വേണ്ടിയിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പോസ്റ്റ് നെയിം, അതുപോലെ തന്നെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ആയിരിക്കും. രജിസ്റ്റർ നമ്പർ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിൽ നിന്ന് ലഭിക്കുന്നതാണ്. അത് ചെക്ക് ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സുകളായിട്ടുള്ള ഇതിനെ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷനുമായി വിടുകണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.